ഞാൻ ആവശ്യപ്പെട്ടതനുസരിച്ചോ അപേക്ഷ നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലോ ആയിരുന്നില്ല 97 എന്നെ LDF സ്ഥാനാർത്ഥിയാക്കിയത്. അന്നത്തെ പ്രത്യേക സാഹചര്യങ്ങളിൽ അന്നും ഇതുപോലെ സ്ഥാനാർത്ഥികൾക്ക് ക്ഷാമമുള്ള കാലമായിരുന്നു LDFന്. എന്നോട് സ്ഥാനാർത്ഥിയാകാമെന്ന് ചോദിച്ചു, സ്ഥാനാർത്ഥിയായി. അന്ന് AP വർക്ക് ചെയ്യായിരുന്നു, എറണാകുളം ജില്ലാ സെക്രട്ടറി. കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അദ്ദേഹം തന്നെയായിരുന്നു. അന്നെനിക്ക് 9,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. 2003 അത് 24,000 ഉയർന്നു. ഒരു വർഷം കഴിഞ്ഞു, ഒരു വർഷം തികച്ചു വേണ്ടി വന്നില്ല. ഏതാനും മാസങ്ങൾക്ക് ശേഷം നടന്ന 2004 പൊതു തിരഞ്ഞെടുപ്പിൽ എൻ്റെ ഭൂരിപക്ഷം 70,000 വോട്ടായി മാറി. 70,000 വോട്ടിന് ഒരു CPM സ്ഥാനാർത്ഥി അല്ലെങ്കിൽ LDF സ്ഥാനാർത്ഥി എറണാകുളത്ത് ജയിക്കുക എന്നത് അത് അപൂർവങ്ങളിൽ അപൂർവമായ ഏറ്റവും അവിശ്വസനീയമായ ഒരു കാര്യമാണ്. ഇന്നും അതിൻ്റെ ഒരു ആശ്ചര്യം ഇനി വിട്ടുമാറിയിട്ടില്ല. പക്ഷെ അങ്ങനെ 5 കൊല്ലം പൂർത്തിയാക്കി. സാധാരണഗതിയിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഞാൻ സ്ഥാനാർത്ഥി ആകും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ പാർട്ടി മറ്റൊരു സ്ഥാനാർത്ഥിയെയാണ് ഇവിടെ നിയോഗിച്ചത്, സിന്ധു ജോയി പരാജയപ്പെട്ടു. അതിനടുത്ത തിരഞ്ഞെടുപ്പിൽ എന്നെ ഒരുപക്ഷെ സ്ഥാനാർത്ഥിയാക്കിയേക്കും എന്ന് ഞാൻ മാത്രമല്ല പലരും കരുതിയിരുന്നു. പക്ഷേ അന്നാണ് ഡൽഹിയിൽ നിന്ന് ക്രിസ്റ്റി ഫെർണാണ്ടസ് സ്ഥാനാർത്ഥിയായി വന്നത്. അപ്പോൾ 2 തിരഞ്ഞെടുപ്പുകൾ ഞാൻ മിസ് ചെയ്തു, എന്ന് വെച്ചാൽ സ്ഥാനാർത്ഥിയായില്ല. ഇപ്പോൾ വീണ്ടും പൊതു തിരഞ്ഞെടുപ്പ്, സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള ആലോചന നടക്കുന്നു. ആരായിരിക്കും എറണാകുളത്തെ സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എല്ലാ ഊഹാപോഹങ്ങളും മാധ്യമങ്ങൾ നിരത്തുമ്പോഴും എറണാകുളത്തെ സംബന്ധിച്ച് ഒന്നും പറയാനില്ല. അതൊരു പ്രത്യേകമായ അവസ്ഥയാണ്. എറണാകുളം എന്നത് കേരളത്തിലെ ഒരു പ്രൈം കോൺസ്റ്റിറ്റ്യുവൻസിയാണ്, പ്രസ്റ്റീജിയസ് കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. ജയിച്ചാലും തോറ്റാലും CPMന് കൈവിടാൻ കഴിയാത്ത മണ്ഡലം. അതുകൊണ്ട് ഇവിടെ ജയിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥി, അത് പാർട്ടിയെ സംബന്ധിച്ച് അഭിമാനത്തിൻ്റെ മാത്രം പ്രശ്നമല്ല, പാർട്ടിയുടെ ഒരു നിലനിൽപ്പിൻ്റെ കൂടി പ്രശ്നമാണ് എറണാകുളം പിടിച്ചെടുക്കുക എന്നുള്ളത്. ആ നിയോഗം എന്നെ ഏൽപ്പിച്ചാൽ ഞാനത് സ്വീകരിക്കും. എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നറിയില്ല. നമ്മൾ ഈ സംസാരം നടത്തുമ്പോൾ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് പാർട്ടി കടന്നു കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. റോണിനെ പരിഗണിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അയാൾ മഹാരാജാസ് കോളേജിലെ യൂണിയൻ ചെയർമാനായിരുന്നു, SFI യൂണിയൻ ചെയർമാനായിരുന്നു, DYFIയുടെ ഏരിയ സെക്രട്ടറിയൊക്കെ പ്രവർത്തിക്കുന്നവരായിരുന്നു. ഇപ്പോൾ ഗവൺമെൻറ് വക്കീലാണ്. പക്ഷേ റോണിന് അങ്ങനെ ഒരു സൂചന ഇതുവരെ കിട്ടിയിട്ടില്ല, എനിക്കും കിട്ടിയിട്ടില്ല. അങ്ങനെ കിട്ടുന്നതിനുള്ള സമയവും ആയിട്ടില്ല. കാരണം ഇപ്പോൾ ചർച്ചകളൊക്കെ ആരംഭിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് പല പേരുകളും സ്വാഭാവികമായും വരും. ഇന്നസെൻറ്റിൻ്റെ പേര് കേട്ടു, P രാജീവിൻ്റെ പേര് കേട്ടു. നമ്മളാരും കേൾക്കാത്ത പേരുകളും പാർട്ടിയുടെ ആലോചനയിൽ ഒരുപക്ഷെ ഉണ്ടാകാം. 97 ഈ അവസ്ഥയുണ്ടായിരുന്നു. അന്ന് പലരുടെയും പേരുകൾ മാധ്യമങ്ങളിൽ വന്നിരുന്നു. പക്ഷേ എൻ്റെ പേര് ഒരു മാധ്യമവും പറഞ്ഞില്ല. ഒടുവിൽ എന്നെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ് എന്ന് കൊടുത്ത ഹെഡിങ് തന്നെ LDF സ്പ്രിങ്സ് എ സർപ്രൈസ് എന്നായിരുന്നു. അപ്പോൾ ഊഹാപോഹങ്ങൾക്കെല്ലാം അപ്പുറത്ത് പാർട്ടിക്കും കാണുമല്ലോ ഒരു കരുതലും ആലോചനയും ഒക്കെ. അതെങ്ങനെയായിരിക്കും ഇത്തവണ വരാൻ പോകുന്നത് എന്നെനിക്കറിയില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അന്ന് ക്രിസ്റ്റി ഫെർണാണ്ടസിനെ സ്ഥാനാർത്ഥിയാക്കിയത് ഇപ്പോഴും വലിയ വിമർശനത്തിന് കാരണമാകുന്നുണ്ട്. ഞാൻ പാർട്ടിയുടെ ഒരു വിസ്ഡത്തെ ചോദ്യം ചെയ്യുന്നില്ല. പല കാരണങ്ങളുണ്ടാവുമല്ലോ ഒരു സ്ഥാനാർത്ഥി വരുന്നതിന്. എന്നാൽ അതുപോലെ ആക്ഷേപത്തിന് കാരണമാകുന്ന ഒരു സ്ഥാനാർത്ഥി ഇപ്രാവശ്യം എറണാകുളത്ത് ഉണ്ടാവില്ല. എല്ലാവർക്കും സ്വീകാര്യനായ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയായിരിക്കും എറണാകുളത്ത് CPM അവതരിപ്പിക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതങ്ങനെ തന്നെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്.